ഹലോ ഗെയ്സ്, ഗ്രാമം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളത് ഫാമിലി ട്രിപ്പായിട്ട് വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കെട്ട് മൂടാട്ടാ, നല്ല ക്ലൈമറ്റാണ്. കണ്ടില്ലേ കോട മഞ്ഞിറങ്ങണേ. കെട്ടുമെന്ന് വെച്ചാൽ കെട്ട് വൈബാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ചുരം പകുതി ആയിട്ടുണ്ട്. നല്ല കോട മഞ്ഞിറങ്ങുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയെടുക്കാണ്. അത് വ്യൂ പോയിൻ്റില്ലേ, അവിടെയാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അവിടെ നല്ല കോട മഞ്ഞിറങ്ങുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഇപ്പോൾ ഞങ്ങൾ ടൈം എന്ന് വെച്ചാൽ രാവിലെ 7 മണിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി, കസിൻസ് എല്ലാവരും കൂടി എടുത്താൽ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വൈബാണ്. അതാ വരുന്നൊരു കുരങ്ങ്, അടിപൊളി. ആശാനൊരു പേടിയില്ല. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലക്കിടിയിലാണ്. അപ്പോൾ വയനാട് വരുന്ന ആൾക്കാർ ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരേണ്ടതാണ്. തീർച്ചയായിട്ടും വരണം. കാരണം അടിപൊളി ഒരു വൈബാണ് ഇവിടുത്തെ കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ആ സമയത്തും കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. അതാ മക്കളൊക്കെ ഒരു കുറേണം കണ്ടപ്പോൾ അതിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോ വിക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. കണ്ടില്ല? കുറേണം ദേഷ്യം പിടിപ്പിക്കാനുള്ള പരിപാടിയില്ല. ഇതിൻ്റെ താഴെ മുളട്ടോ. കുറങ്ങെ നോക്കിയപ്പോൾ ഓടി കൊടുത്തു. എന്താ കാണിച്ചതുകൊണ്ട് അവർക്ക് മനസ്സിലായി. സംഗതി വെടുപ്പിൽ മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് അവിടെ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ആ ഒരു കവാടത്തിൻ്റെ അവിടെ തന്നെ സ്ഥലം. അവിടെ അങ്ങനെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു കുറങ്ങനുണ്ട്. അപ്പോൾ അതിനെ എന്തൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. സംഭവം എന്തായാലും കിട്ടുകയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണണമെന്നല്ല, താഴത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കേട്ടോ വയനാട്. അപ്പോൾ ഇവിടുത്തെ ഒരു പരിപാടി ഞങ്ങൾ ഏകദേശം കഴിയാനായി. ഇനി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പിരിയാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ പോകാനെടുക്കുന്ന സ്ഥലം ഈ ഗോത്രവർഗ്ഗക്കാരില്ലേ, ആദിവാസികൾ, അവരെ കുടിലേക്കാണ് ഇപ്പോൾ യാത്ര. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 ജീപ്പിലായിട്ട് ഞങ്ങളെ കസിൻസൊക്കെ കയറിയിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു കയറ്റമാണ്. സംഭവം ഒരു അടിപൊളി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ അതാ ഞങ്ങളത് അവിടെ എത്തിനട്ടാ. ആദിവാസികളുടെ ഈ താഴത്ത് കാണുന്ന കുടിലുകളാണ് ഈ ആദിവാസികളുടെ കുടിലുകൾ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു മൂടാണ്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. ആ സമയത്തും കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വെയിലത്തും ആ വെയിലിൻ്റെ ചൂടറിയില്ല. ആ സ്ഥലങ്ങളൊക്കെ എന്താ ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു ജാതി വൈബാ. അപ്പോൾ ഇവിടെ വരേണ്ട സ്ഥലമാണ്, തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട സ്ഥലമാണ്. ഞാനൊരു മൂഡിൽ ഓരോ വീഡിയോസ് ഞാനും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ. അല്ല നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഇത്ര വെയിലത്ത് നിൽക്കാൻ കാരണം വെച്ചാൽ ആ ഒരു ക്ലൈമറ്റാണ്. ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു മൂഡ് ആയതുകൊണ്ടാണ് ഈ വെയിലത്തും എല്ലാവരും നടക്കണേ. അപ്പോൾ ഇവിടേക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്.
കണ്ടില്ല മഞ്ഞ് ഇപ്പോഴും 12 മണി സമയത്താണ് ഈ മഞ്ഞിറങ്ങണത്. ആ ഈ കാണുന്നത് എന്താ, ഇവിടെ ആദിവാസികളുണ്ട്. അത് അവരിപ്പോൾ കാണിക്കും. വളരെ കുടിലുണ്ടാ അതാ ഈ ഇത് വൈക്കോളം എന്നല്ല, ഒരു തരം പുല്ലായിട്ടാണ് ഈ കുടിൽ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി എയിമാണ്. അപ്പോൾ അതാ ഇതാണ് ആദിവാസികൾ മുണ്ടെടുത്തുള്ളത്. അപ്പോൾ അവരാണ് ഈ ഇപ്പോൾ അങ്ങനെ പോലെ വന്ന ടൂറിസ്റ്റുകളെ ഒരു എൻ്റർടൈൻ ചെയ്യാനായിട്ട് നെല്ലുത്തുണ്ടല്ലോ, അതൊക്കെ അവരെ പഠിപ്പിക്കും. അങ്ങനെ അടിപൊളിയാണ്. നോക്കിയാൽ പോയിൻ്റ് നോക്കിയാൽ അയ്യോ മാരക പൊളി. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരും ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണേ, ഈ ഒരു മോഡലാക്കണേ. അപ്പോൾ ഇവിടുത്തെ നല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വിഷ്വൽസ് കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ തമ്പടിച്ച് നിന്ന് ഇവിടെ ആദിവാസികളുടെ ഒരു കളിയുണ്ട്. ആദിവാസികളുടെ കളി ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നും. കുറച്ച് നേരം ഞങ്ങളുടെ വീഡിയോ നല്ല രസമാണ്. അധികം കാണാത്ത സംഭവമുണ്ട്. ചില വീഡിയോസ് കംപ്ലീറ്റ് ഇത് കണ്ടാൽ നമുക്ക് വരാൻ തോന്നും. കണ്ടില്ല, ഇത് വൈക്കോലല്ലത്, വേറെ എന്തൊരു പുല്ലാണ്. അപ്പോൾ നല്ല വെയിലട്ടാ, അത് ചുട്ടുപൊള്ളുന്ന വെയില. പക്ഷേ ഈ വെയിലത്തുണ്ട് നല്ല കൂളിങ്ങും ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടില്ലേ ഈ കുടിലിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് അതിൻ്റെ മറത്തിരിക്കാൻ തണവായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ചേരം ഇരുന്ന് വെയിലൊന്നും ഇതിൻ്റെ മറത്തൊരു ചൂടില്ലാതെ നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു. ഇപ്പോൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഫാമിലീസിൽ ഞാൻ എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരുന്നുണ്ട്, കസിൻസൊക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടു വരുന്നുണ്ട്. ഓരോ സ്ഥലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുക, ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട്. ഇതാ ഇവിടുത്തെ ആണുങ്ങളെ ഒരു പരിപാടിയുണ്ട്. ആണുങ്ങളെ ചെറിയൊരു പരിപാടി കണ്ട് അനിയനും അനിയത്തിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അനിയനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കൂളിങ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂളിങ് പറഞ്ഞേ വെയിലൊന്നും അവിടെ തന്നെ ഇരിക്കാൻ ഇഷ്ടമല്ല. മുൻവശത്ത് നമ്മളെ അനിയത്തിമാരും എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാരക എക്സ്പീരിയൻസിനുണ്ടല്ലേ, കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലട്ടാ. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാട്ടാ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം വൈബാണ്. അപ്പോൾ മക്കളിതാ ആ വെയിലത്തിരിക്കണ നോക്കിയാൽ ആ ഒരു കൂളിങ്ങിൻ്റെ പവറാണ് ആ വെയിലത്തവരിയ്ക്കണേ. അപ്പോൾ മക്കളും വൈഫൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ താഴ്ത്തിക്കാണ് അത് കാണാനായിട്ട് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ വൈഫ് മക്കളിങ്ങനെ
ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ഞാൻ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും താഴ്ത്തി ഇറങ്ങിയപ്പോൾ ഞാനും അവരെ ഫോളോ ചെയ്ത് താഴ്ത്തി ഇറങ്ങണം. പൊള്ളിക്കാണ്, എല്ലാവരും പൊള്ളിക്കണം. ഓരോ സ്ഥലത്താണ് മാത്രം പൊള്ളിക്കാണ്. പൊള്ളി എന്ന് പറഞ്ഞാൽ മാരക പൊള്ളിയാ. അപ്പം ഞാനും ആ ഒരു മൂഡോണ്ട് ഞാനും ഓരോ വീഡിയോസിനെ എടുപ്പിച്ച് നല്ലൊരു മൂഡായി. അയ്യോ അവിടെ എല്ലാവരും ഫോട്ടോസ് ഇവിടെ ഈ കാണുന്ന ആൾക്കാരൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സ്പേസുകളുണ്ട്. സംഭവം എന്തായാലും ഓരോ കളറായിട്ടുണ്ട് കാണാനായിട്ട്. ഈ വയനാട് ട്രിപ്പ് പൊളി എന്ന് പറഞ്ഞാൽ ഉച്ചാന്തി പൊളിയാണ്. ഓ കണ്ടില്ല, എന്താ മനോഹരമുള്ള രക്ഷയില്ല സ്ഥലം. ഇടയ്ക്ക് ഞാനും ഓരോ വീഡിയോസ് അങ്ങനെ എടുപ്പിക്കും. കാരണം ഇവിടുത്തെ ഒരു വിഷ്വൽസേ അത്രയും മനോഹരമായി. ഏകദേശം ഒരു ഞാനിങ്ങനെ 12:30 മണിക്കാണ് വെയിലത്ത് ഇങ്ങനെ ഓരോ കാഴ്ചകളുണ്ട് നടക്കുന്നത്. ഞാനിങ്ങനെ നമ്മൾ അവസാനമായപ്പോൾ ഒരു 3-4 വീഡിയോസ് ഞാൻ എടുപ്പിച്ച് ചെറിയ വീഡിയോസൊക്കെ ഇട്ട് വൈബായും അടിപൊളിയായി. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുകയാണ്. വയനാട് ട്രിപ്പ് വരുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും വരേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ ഏകദേശം ഗ്യാരണ്ടിയാണ് ലൊക്കേഷനിൽ ഏകദേശം അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടിയും ഏകദേശം ഞങ്ങൾ കഴിഞ്ഞ് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള സെൽഫി വീഡിയോസ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇവിടുന്ന് യാത്രയായി. എല്ലാവരും ലാസ്റ്റ് എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലമാണ് ലാസ്റ്റ് അത് അപ്ലോഡ് ചെയ്യും. ഈ ലൊക്കേഷനിൽ ഞങ്ങൾ അപ്പോൾ കൂടിക്കാഴ്ച വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ലാസ്റ്റ് ഒന്നിക്കാൻ പോകുന്ന ഈ ലൊക്കേഷൻ ഒന്നിക്കാൻ തീർച്ചയായിട്ടും വരാൻ തോന്നും സംഭവമാണ്. ഇനി അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഏകദേശം അപ്ലോഡ് ചെയ്യും, അവസാനിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പാക്കപ്പ് അടിക്കാനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വയനാട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളിലൊക്കെ പോവാം. ഇവിടുത്തെ ഞങ്ങൾ പാക്കപ്പായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.